പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും ജീവിതങ്ങളെയും പ്രവർത്തനങ്ങളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ചൈതന്യവും കൃപയും ഇന്ന് നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകണം. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം നമ്മൾക്ക് കേൾക്കാം. നമ്മളൊന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് യോനാ പ്രവാചകന്റെ ജീവിതമാണ്. ദൈവമായ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തു. ആ ദൗത്യം പറയാൻ താല്പര്യമില്ലാതെ യോന പിന്തിരിഞ്ഞൊന്ന് നടന്നു. കൽപ്പന അവൻ അനുസരിക്കുന്നില്ല. ഒടുവിൽ യോന പോയി രക്ഷപ്പെടുവാൻ വേണ്ടി സങ്കേതമായി കണ്ടെത്തിയ ഒരു യാനപത്രത്തിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു. കടലിൽ ഉഗ്രമായ കോളും കൊടുങ്കാറ്റും രൂപപ്പെട്ടു. ആ യാനപത്രം വെള്ളത്തിനകത്തേക്ക് മുങ്ങിപ്പോകുമെന്ന് മനസ്സിലാകുന്ന കപ്പിത്താൻ തങ്ങൾക്കിടയിൽ കടന്നുകൂടിയ പാപി ആരാണെന്നറിയുവാൻ നറുക്കിട്ടപ്പോൾ ആ നറുക്കി ചെന്ന് വീഴുന്ന യോനായുടെ മേലാണ്. അവർ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അവൻ പറഞ്ഞു, എന്നെ എടുത്ത് വെള്ളത്തിലിട്ടാൽ മതി, ഈ പ്രശ്നം തീരും. തങ്ങളുടെ മേൽ ആ പാപം ആരോപിക്കരുതേ എന്ന് പറഞ്ഞ് ക്യാപ്റ്റനും കൂട്ടരും യോനായെ എടുത്ത് വെള്ളത്തിലേക്കിട്ടു. അവനെ വിഴുങ്ങുവാൻ വേണ്ടി കാത്തിരുന്നൊരു തിമിംഗലം ഉണ്ടായിരുന്നു. തിമിംഗലം അവനെ വെട്ടി വിഴുങ്ങി. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന നിരാകരിച്ച് മറുതീരങ്ങളിൽ അഭയം പ്രാപിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന യോന ഈ തിമിംഗലത്തിന്റെ വായിൽ പോലും അജീർണമായിട്ട് മാറുകയാണ്. ഒടുവിൽ ഈ തിമിംഗലം തീരത്ത് കൊണ്ടുപോയി ശബ്ദിച്ചിട്ടു. പ്രിയമുള്ളവരെ, എവിടെയാണോ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മറുതലിച്ച് യാത്ര ചെയ്യുന്നത്, അവൻ എപ്പോഴും തീരങ്ങളിൽ ഉച്ഛിഷ്ടങ്ങളായി മാറേണ്ട ഗതികേട് വരുന്നു. അവനൊരു ഛർദിലിന് സമമായിട്ട് മാറുന്നു. നമുക്കറിയാം, നമ്മുടെ വായിൽ നിന്നാണെങ്കിൽ പോലും തുപ്പൽ പുറത്തേക്ക് പോയാൽ പിന്നെ നമുക്ക് അറപ്പാണ്. അതുപോലെ ആക്കിക്കളയുന്ന ദൈവം. ദൈവത്തിൻ്റെ കൽപ്പനയോട് ചേർന്ന് നിൽക്കുന്നവനെ കഷ്ടതയും കണ്ണുനീരും ഉണ്ടെങ്കിലും ദൈവം താങ്ങിപ്പിടിക്കും. ജെറമ്യാ പ്രവാചകന്റെ ഒക്കെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കർത്താവിനോട് ചേർന്ന് നിന്നു. കണ്ണുനീരും വേദനയും വിലാപവും ജീവിതത്തിൽ ഒന്നൊന്നായി ഒഴിയാതെ കടന്നു വന്നപ്പോഴും ജെറമ്യാ ദൈവത്തോട് ചേർന്ന് നിന്നു. ദൈവം അവനെ ചേർത്ത് പിടിച്ചു. യോനാ പ്രവാചകൻ മറുതലിച്ച് ഒളിച്ചോടിപ്പോയി. യോന തീരങ്ങൾക്കകത്ത് ഛർദ്ദിച്ചിടുന്ന ഉച്ഛിഷ്ടമായിട്ട് മാറുകയും ചെയ്തു. വെളിപാടിന്റെ പുസ്തകത്തിലുണ്ട്, നിനക്ക് ചൂടോ തണുപ്പോ ഇല്ലാത്തവനാകയാൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ വചനത്തിന് ഉത്തരം നൽകുക. ദൈവത്തിൻ്റെ മുമ്പിൽ ജ്വലിക്കുന്നവനായി ജീവിക്കുവാൻ പറ്റണം. ജെറമ്യാ പറയുന്നുണ്ട്, ഇനി നിന്റെ നാമത്തിൽ ഞാൻ മിണ്ടില്ല, പ്രവചിക്കില്ല. പക്ഷെ എൻ്റെ അസ്ഥിക്കകത്ത് അഗ്നി അടച്ചിട്ട അനുഭവം ഉണ്ടാകുന്നു. എനിക്ക് മിണ്ടാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് ജ്വലനം. ഈ ജ്വലിക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അനുഗ്രഹമുള്ള മനുഷ്യനായി മാറും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിന്റെ കണ്ണുനീരും കഷ്ടതകളും വേദനകളും നിന്റെ കരങ്ങളിലെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി, യേശുവേ, നിന്റെ മുമ്പിൽ ജ്വലിച്ചു നിന്ന് നിന്നോട് ചേർന്ന് നിൽക്കുവാൻ സാക്ഷ്യപ്പെടുത്തുവാനുള്ള മനസ്സ് നൽകണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. ഈശോയെ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൽപ്പനയിൽ നിന്നൊരിക്കലും വിട്ടുമാറിപ്പോകാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള ബലം നൽകണമേ. ആമേൻ.